വെൽക്കം ബാക്ക് ടു ബിടെക് വ്ലോഗേഴ്സ്. അപ്പോൾ ഞാനെല്ലാം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം പരിചയപ്പെടുത്താൻ പോകുന്ന സാധനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 90കളിലൊക്കെ കളിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മളല്ല, നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരല്ലെങ്കിൽ മുത്തശ്ശന്മാരൊക്കെ കളിച്ചിട്ടുള്ള ഒരു കിളിയാണ്. അപ്പം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല, എൻ്റെ സുഹൃത്ത് പരിചയപ്പെടുത്തി തരും. ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിളിയാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു കീറ് പച്ച ഓലക്കാലാണ്. ഈ ഓലക്കാലും പിന്നെ കത്രികയും ബ്ലേഡ് നമുക്ക് വേണ്ട, കത്രികയായിരിക്കും ഉചിതം. ബ്ലേഡ് കൈ മുറിയ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്ന നാട്ടിൻപുറത്തൊക്കെ കുട്ടികളെ കൊണ്ടായിക്കൊണ്ട് നടക്കുന്ന ഒരു കിളിയാണ്, ഓല വെച്ചുള്ള കിളിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ഓല വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ഫുൾ ഓലയാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഓല ഇതൊന്ന് ഈർക്കിൾ കളഞ്ഞൊന്ന് എടുക്കാം. ഇത്രയും മതി. നമുക്ക് ഇവിടെ വന്ന് കത്രികയോ അല്ലെങ്കിൽ പിച്ചാത്തി വെച്ചൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ എടുത്തേക്കുന്ന ഓല നല്ലൊരു ഷേപ്പിന് ഇങ്ങനെ ഒന്ന് മടക്കുക. ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ ഓല ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റിയിട്ട് ഇതിങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇങ്ങനെ മടക്കി നമ്മൾ ഈ ഇടത് കയ്യിൽ ഇവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഈ ഓല ഇതിലേക്കൂടെ ഇങ്ങനെ കയറ്റുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് വലിച്ചൊന്ന് കിളിയുടെ ഉടലിൻ്റെ ഷേപ്പാക്കി നമ്മൾ എടുക്കാം. കിളിയുടെ ഉടലായി. ഉടൽ ഫുള്ളായില്ല. ഫുള്ളാവുന്നതിന് മുമ്പ് ഇവിടെ ടൈറ്റായ ഭാഗം ഇവിടെ ലൂസായ ഭാഗമാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ടൈറ്റായ ഭാഗം ഇത് നന്നായിട്ട് ബെൻഡ് ടൈറ്റായിരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഈ ടൈറ്റായ ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇത് കണ്ണിട്ട് കൊടുക്കാം. കണ്ണിട്ടിട്ട് ഈ ഓല നമ്മൾ ഇതുവഴി ഒന്ന് എടുക്കുക. ഇതുവഴി ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് ഇതിനകത്തൂടെ വെക്കുക. എന്നിട്ട് അപ്പുറത്ത് വശം അതുപോലെ ഇത് ടൈറ്റായ ഭാഗവും ഇത് ലൂസായ ഭാഗമാണ്. നമുക്ക് ടൈറ്റായ ഭാഗത്തിൻ്റെ സൈഡ് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തൊന്ന് കയറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ കയറ്റി കഴിഞ്ഞു. അപ്പം കിളിയുടെ ഉടലായി. അപ്പം നമ്മൾക്കിനി അടുത്തതെന്ന് വെച്ചാൽ ഒരു ഭാഗത്തിൽ ഏറ്റവും ഈ ഭാഗം നമുക്ക് കിളിയുടെ വാലിനായിട്ട് എടുക്കാം. വാലിനായിട്ട് ഇത്ര നീളം വേണ്ട, നമുക്ക് പകുതി ഒന്ന് കട്ട് ചെയ്യാം. ഇത്രയും വെച്ചൊന്ന് കട്ട് ചെയ്യാം. ഇത്രയും വെച്ച് കട്ട് ചെയ്തിട്ട് കിളിയുടെ വാലിൽ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഡോട്ടിട്ട് കൊടുക്കാം. ഡോട്ടിട്ടിട്ട് ഇതൊന്ന് നീളത്തിൽ എടുക്കുക. കീറിയെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ കിളിയുടെ തലയാണ് ഇനി ഉണ്ടാക്കേണ്ടത്. കിളിയുടെ തല. അപ്പോൾ കിളിയുടെ തലയ്ക്ക് ഇത്ര നീളം വേണ്ട, പകുതി ഒന്ന് നമ്മൾ കട്ട് ചെയ്യാം. ഇത്രയും വെച്ചൊന്ന് കട്ട് ചെയ്യാം. ഇത്രയും വെച്ചൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കിളിയുടെ തലയ്ക്ക് നമുക്ക് ആദ്യം ഫ്രണ്ടിൽ ചെറിയൊരു ചുണ്ട് പോലെ അതുപോലെ ഒന്ന് ഇങ്ങനെ ഒരു ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കത്രികയൊന്നും ഓല ആയതുകൊണ്ട് ഇത് കീറിപ്പോസ് ആയതുകൊണ്ട് കീറാതെ ഇങ്ങനെ എടുക്കുക. ഇത് തലയുടെ ഷേപ്പ് പോലെ ചെറുതായി ഇങ്ങനെ ഒന്ന് എടുക്കുക. ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ചുണ്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ചുണ്ടിൻ്റെതായി. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടിയിൽ കൂടെ പിടിച്ച് ഇതൊന്ന് കത്രികയോ അല്ലെങ്കിൽ പിച്ചാത്തിയോ വെച്ച്, കത്രികയാണ് നല്ലത്. ഇപ്പോൾ കത്രികയാണ് എടുത്തേക്കുന്നത്. കത്രിക വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വലിച്ചളയാം. അപ്പോൾ കിളിയുടെ ഏകദേശം ഒരു രൂപമായി. അപ്പോൾ വാലിങ്ങനെ പിരിഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കാം. ഇങ്ങനെ വളച്ചു കൊടുക്കാം. അപ്പോൾ കിളിയുടെ ഏകദേശം ഒരു രൂപമായി. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ എടുത്ത ആ വലിയ ഈർക്കിൽ നമുക്ക് എടുക്കാം. നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ മൂട് ഭാഗം ഈ വേസ്റ്റ് നമുക്കൊന്ന് ചെത്തിക്കളയാം. ഇത്ര മതി. കളയാം. നമുക്ക് കിളിയുടെ ബേക്കിൽ ചെറിയൊരു ഹോൾ പോലെ കാണും. അതുവഴി നമുക്കിതൊന്ന് ഇതിലേക്കൂടെ ഒന്ന് കയറ്റണം. ഇതുവരെ വരുന്നതെന്ന് വെച്ചാൽ ഈ കിളി മരച്ചില്ലയിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പം നമ്മൾ ഇതൊന്ന് ചെറുതായി കീറി. അപ്പം നമ്മുടെ കിളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കിളി നമുക്കൊന്ന് നോക്കാം. ഇതാണ് കിളി. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കിളി. ഓക്കെ ഗൈസ്, എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കൂ. ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അറിയാൻ പാടില്ലാത്തവർക്ക് ജസ്റ്റ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുവരെയും വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ മുതൽ സീ യു ഓൾ.